നമസ്കാരം. 1863 ജൂലൈ മാസത്തിൽ ലണ്ടനിലെ സെന്റ് കാതറിൻസ് ഡോക്കിൽ നിന്നും മെൻഡർ എന്ന പേരുള്ള ഒരു ചെറിയ പായ്ക്കപ്പൽ പുറപ്പെട്ടു. 100 ടണ്ണിൽ താഴെ മാത്രം ഭാരമുള്ള ആ കപ്പലിൽ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് കുറേയേറെ ദൂരം സഞ്ചരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ കപ്പലിലെ ഭൂരിഭാഗം ചരക്കുകളും അദ്ദേഹത്തിൻ്റെ മാത്രമായിരുന്നു. കപ്പലിൻ്റെ കപ്പിത്താനായിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ വാർഡൻ ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കൂടെ നിൽപ്പുണ്ട്. നീണ്ട 5 വർഷങ്ങൾ പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്ത് കറങ്ങി നടന്ന് പര്യവേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സുഹൃത്ത് ഇപ്പോഴും പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ എടുത്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങളും പെട്ടികളും ക്യാപ്റ്റൻ വാർഡൻ കപ്പലിലേക്ക് കയറ്റിയത്. സൂചി, നൂല്, കത്രിക മുതൽ 72 ജോഡി ബൂട്ടുകൾ വരെയും ഇദ്ദേഹം ഈ യാത്രയ്ക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. നടന്ന് തേയും. അതുകൊണ്ടാണ് 72 ജോഡി ബാൽമോറൽ ബൂട്ടുകൾ പാക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവായിരുന്ന ആൽബർട്ട് രാജകുമാരൻ ഇദ്ദേഹത്തിന് സ്കോട്ട്ലൻഡിലെ ബാൽമോറൽ കോട്ടയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ഉണ്ടാക്കിയെടുത്ത ബൂട്ടുകളാണ് ഈ ബാൽമോറൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെളി നിറഞ്ഞ വഴികളിലും കുന്നിൻ ചെരുവിലും ഒക്കെ നടക്കാനായിട്ട് സൗകര്യപ്രദവും എന്നാൽ ഒരു പ്രഭുവിന് ചേരുന്ന സ്റ്റൈലും ഈ ബൂട്ടുകൾക്ക് ഉണ്ടായിരിക്കണം എന്നായിരുന്നു ഇദ്ദേഹത്തിന് നിർബന്ധം. തുകല വെച്ചിട്ടാണ് ഈ ബൂട്ടുകൾ നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ 24 ജോഡി സാധാരണ ഷൂസുകൾ, 12 ജോഡി സ്ലിപ്പേഴ്സ്, പിന്നെ കാലിലും തുടയിലും ഒക്കെ മുള്ളു കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് 12 ജോഡി ലെഗിൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ മനുഷ്യൻ കപ്പലിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം കയ്യിൽ കരുതിയിരിക്കുന്ന വസ്ത്രങ്ങൾ കൂടുതലും ഇളം നിറത്തിലുള്ള ഫ്ലാനൽ തുണി കൊണ്ട് ഉണ്ടാക്കിയതാണ്. 16-ാം നൂറ്റാണ്ടിൽ വെയിൽസിലെ കർഷകനാണ് കമ്പിളി കൊണ്ട് ഫ്ലാനൽ തുണികൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഈ തുണികൾ വിയർപ്പ്, നമ്മുടെ കുട്ടികളുടെ മൂത്രമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും. ഇതെല്ലാം കൂടാതെ ഡ്രിൽ തുണികൾ കൊണ്ട് നിർമ്മിച്ച 6 ഡസൻ പാൻറ്റുകളും ഇദ്ദേഹം കരുതിയിട്ടുണ്ട്. പഴയ പോലീസുകാരുടെയും മറ്റുമൊക്കെ കാക്കി നിക്കറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന തുണിയാണ് ഇത്. 1840കളിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈനികർ തങ്ങളുടെ യൂണിഫോമിന് വേണ്ടിയിട്ട് വെളുത്ത ഡ്രിൽ തുണികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് പിന്നീട് ചെളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചായം മുക്കിയിട്ട് കാക്കി നിറമാക്കി മാറ്റിയതാണ്. നമ്മുടെ ഈ പരിവേഷകൻ എടുത്തിരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളിലും ഒട്ടനവധി പോക്കറ്റുകളുണ്ടായിരുന്നു. കാട്ടിലൂടെ ദിവസങ്ങൾ നടക്കേണ്ടി വരുമ്പോഴേക്കും കോമ്പസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തു വെച്ചിരിക്കുന്നത്. അക്കാലത്തെ സകല വേട്ടക്കാരും പരിവേഷകർ ഉപയോഗിച്ചിരുന്ന പനാമ തൊപ്പിയാണ് ഇദ്ദേഹവും ധരിച്ചിട്ടുള്ളത്. ഇതാണ് സാധനം, നമ്മുടെ ഇവിടെയൊക്കെ മേടിക്കാൻ കിട്ടുന്ന പനാമ തൊപ്പി. പേര് പനാമ എന്നൊക്കെ ആണെങ്കിലും ശരിക്കും ഈ തൊപ്പികളുടെ ജന്മദേശം പനാമയല്ല, മറിച്ച് തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ഇക്വഡോറാണ്. അവിടുത്തെ തീരപ്രദേശങ്ങളിൽ വളരുന്ന തൊക്കിയ പാം എന്നറിയപ്പെടുന്ന ചെടിയുടെ ഇലകളുടെ നാരുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പനാമ തൊപ്പികൾ നിർമ്മിക്കുന്നത്. ഈ തുണികളും തൊപ്പിലെടുത്താൽ പോരല്ലോ, ഇതൊക്കെ കഴുകണ്ടേ. ഇതിനു വേണ്ടിയിട്ട് 100 പൗണ്ട് മാഴ്സേ സോപ്പുകളാണ് ഇദ്ദേഹം കരുതിയിട്ടുള്ളത്. 1888 ഫ്രഞ്ച് രാജാവായിരുന്ന ലൂയി 14 ഈ സോപ്പ് എങ്ങനെ നിർമ്മിക്കണമെന്ന് കാണിച്ച് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഈ സോപ്പിൽ ആനിമൽ ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല. കുറഞ്ഞത് 72% വെജിറ്റബിൾ ഓയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അക്കാലത്ത് ഒലീവ് എണ്ണയാണ് ഈ മാർസേ സോപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി വേണ്ടത് മരുന്നുകളാണ്. 75 ഓൺസ് ക്യുനൈൻ, 10 ഗാലൻ ആവണക്കെണ്ണ, 50 പൗണ്ട് എപ്സം സാൾട്ട്, 2 ക്വാർട്ട് ലോഡനം, ഇതൊക്കെയാണ് ഇദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇതിൽ ക്യുനൈൻ മലമ്പനിക്കും, ആവണക്കെണ്ണ അഥവാ കാസ്റ്റർ ഓയിൽ വയറിളക്കുവാനും, എപ്സം സാൾട്ട് വേദനയ്ക്കും നീർക്കെട്ടലിനും, ഒപ്പിയം അഥവാ കറുപ്പ് കലർന്ന ലായനിയായിട്ടുള്ള ലോഡനം വേദന സംഹാരിയൊക്കെ ആയിട്ടാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. കാട്ടിൽ വെച്ചിട്ട് മൈനർ സർജറിയൊക്കെ നടത്തേണ്ടി വന്നാൽ ഇത് കാര്യമായിട്ട് നമുക്ക് പ്രയോജനപ്പെടും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കയ്യിലെടുത്തിട്ടുണ്ട്. അതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. ലണ്ടനിൽ നിന്നുള്ള കപ്പൽ, പടിഞ്ഞാറൻ ആഫ്രിക്ക, ഇതൊക്കെ പറയുമ്പോഴേക്കും ഒരൊറ്റ പേരാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക: സാക്ഷാൽ പോൾ ഡു ഷെയു. ഇദ്ദേഹത്തിൻ്റെ അതുല്യമായ യാത്രയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം വേണ്ട ഒരു സ്പോൺസേഡ് പരസ്യമുണ്ട്. അതിനുശേഷം നമ്മൾ അനന്തവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള നമ്മുടെ ഗാബോൺ കാടുകളിലേക്ക് യാത്ര തുടങ്ങും. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് വെയർ ദ പാസ്റ്റ് കംസ് എലൈവ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പോൾ ഡു ഷെല്ലിൻ്റെ കയ്യിൽ കരുതിയിട്ടുള്ള സാധനങ്ങളെ കുറിച്ചിട്ടാണ്. മുൻപുള്ള വീഡിയോസിൽ നമ്മൾ ഇക്കാര്യം വലിയ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹം എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ യാത്രയൊക്കെ നടത്തുന്നത്? ഇതാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ. ആഫ്രിക്കയിൽ പോയിട്ട് പലജാതി മൃഗങ്ങളെ ആടപടലം വെടിവെച്ച് അതിനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് തുകലും മറ്റുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ലണ്ടനിലെയും അമേരിക്കയിലെയും മ്യൂസിയങ്ങൾക്ക് വിൽക്കുക. പക്ഷേ ഇതൊക്കെ മാസങ്ങളോ വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് മ്യൂസിയങ്ങളിൽ എത്തിച്ചേരുക. അതുവരെയും ഇത് ചിതലരിക്കാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആർസനിക് എടുത്തിട്ടുള്ളത്. 100 പൗണ്ട് ആർസനിക്കാണ് ഇതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കരുതിയിട്ടുള്ളത്. ഇതുകൂടാതെ മസിൽ ലോഡർ ഗണ്ണുകൾ, ഇംഗ്ലീഷ് റിവോൾവേഴ്സ്, വേട്ടയാടാനുള്ള വലിയ ഹണ്ടിങ് നൈഫുകൾ, ഇതൊക്കെ തകരപ്പെട്ടികളിൽ സുരക്ഷിതമായിട്ട് ഇദ്ദേഹം കപ്പലിൽ കയറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം പോകുന്ന വഴി ഒട്ടനവധി ആഫ്രിക്കൻ ഗോത്ര തലവന്മാരെ കാണേണ്ടതാണ്.
അവരുടെ അനുവാദമില്ലാതെ ഒരടി ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുവാൻ പറ്റിയ വിലക്കുറവുള്ള 250ഓളം തോക്കുകളാണ് ഡു ഷെയ്യു കയ്യിൽ കരുതിയിട്ടുള്ളത്. ഈ യാത്രയിൽ വേട്ടയാടി തന്നെ വേണം ഇദ്ദേഹത്തിനും കൂടെ ഉള്ളവർക്കും ഭക്ഷണം കണ്ടെത്താനായിട്ട്. അതുകൊണ്ട് 15,000 കാർട്രിഡ്ജുകൾ, അത്രയും തന്നെ ബുള്ളറ്റ്സ്, പിന്നെ ഏതാണ്ട് അത്രയും തന്നെ വെടിയുണ്ടകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഈയം, പിന്നെ 400 പൗണ്ട് വെടിമരുന്ന്, ഇത്രയും ഇദ്ദേഹം കപ്പലിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും മതിയോ? കാട്ടിൽ വഴിതെറ്റിപ്പോയാൽ എന്തോ ചെയ്യും? കൊടും കാട്ടിൽ ദിശയും സമയം അറിയണ്ടേ? കൊള്ളാവുന്ന വില കൂടിയ 5 വാച്ചുകൾ ഇദ്ദേഹം അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ സെക്സ്റ്റന്റുകൾ, ടെലിസ്കോപ്പ്, കോമ്പസുകൾ, തെർമോമീറ്ററുകൾ, മഴ അളക്കുന്ന റെയിൻ ഗേജുകൾ, ഇതെല്ലാം ഇദ്ദേഹം കയ്യിൽ കരുതിയിട്ടുണ്ട്. കുറഞ്ഞത് 10,000 ഫോട്ടോകൾ എടുക്കാൻ വേണ്ടുന്ന ഫോട്ടോഗ്രാഫിക് ഉപകരണങ്ങൾ ഈ ഡു ഷെയ്യുവിൻ്റെ കയ്യിലുണ്ട്. ഇത് മാത്രം ചുമന്നുകൊണ്ട് പോകാനായിട്ട് 20 ആളുകളെങ്കിലും മിനിമം വേണം. പിന്നെ പെണ്ണുങ്ങളെ വശത്താക്കാൻ വേണ്ടിയിട്ട് സോപ്പ്, ചീപ്പ്, കണ്ണാടി, ക്ലോക്ക്, മുത്തുമാല, വള. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ ഇങ്ങനെ കാശൊക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഒപ്പിച്ചെടുക്കുക? ഓരോ യാത്ര കഴിയുമ്പോഴും പോൾ ഡു ഷെയ്യു ഓരോ ബുക്ക് അങ്ങോട്ട് പ്രസിദ്ധീകരിക്കും. അക്കാലത്ത് ഇത്തരം ആഫ്രിക്കൻ സഫാരി ബുക്കുകൾക്ക് നല്ല ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇപ്രാവശ്യത്തെ ആഫ്രിക്കൻ യാത്രയ്ക്ക് പിന്നിൽ ഇദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. നൈൽ നദിയുടെ ഉത്ഭവം കണ്ടെത്തുക. ഭൂമധ്യരേഖയ്ക്ക് അരികിലൂടെ ആഫ്രിക്കയെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മുറിച്ചു കിടന്ന് നൈൽ നദിയുടെ ഉറവിടം കണ്ടെത്താമെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ കരുതുന്നത്. സ്ഥിരം പോകുന്ന റൂട്ടാണ്. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയാൽ ഒരു പക്ഷേ ഇതിന് പറ്റിയേക്കാം. അങ്ങനെ അവസാനം ഈ മെൻഡർ എന്ന് പറഞ്ഞ ഈ കപ്പല് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള രാജ്യം അറിയാലോ, ഗാബോൺ, ആ രാജ്യത്തിലൂടെ ഒഴുകുന്ന ഫെർണാൻഡോ വാസ് എന്നൊക്കെ വിളിക്കുന്ന ആ നദിയുടെ അഴിമുഖത്ത് എത്തിച്ചേർന്നു. ഡു ഷെയ്യു ആ കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് അകലേക്കൊന്ന് നോക്കി, തീരത്തേക്കൊന്ന് നോക്കി. അവിടെ വെളുത്ത മണൽത്തരികൾ, അതിന്റെ പുറകിൽ ഇരുണ്ട് പച്ച നിറമുള്ള വനങ്ങളൊക്കെ കാണുന്നുണ്ട്. നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഡു ഷെയ്യു തന്റെ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഒരു കപ്പൽ തീരത്തേക്ക് വരുന്നത് കണ്ടതോടെ നാട്ടുകാർ ചെറിയ ചെറിയ തോണികളിൽ കപ്പൽ ലക്ഷ്യമാക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. വഞ്ചികൾ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും കപ്പലിലുള്ളത് തങ്ങൾക്ക് പരിചയമുള്ള ആളാണ് എന്ന് കണ്ടതോടെ അവരെ ആർത്തു വിളിച്ചു. അനുവാദമൊന്നും നോക്കി നിന്നില്ല. അവരെ നേരെ എന്ത് ചെയ്തു? കപ്പലിന്റെ ഡെക്കിലേക്ക് ചാടിക്കയറി. ഇവരെ തന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് കണ്ടതോടെ നമ്മുടെ പോൾ ഡു ഷെയ്യുവിന്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. എങ്കിലും തീരത്തുള്ള പല കാഴ്ചകൾക്കും ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് താൻ താമസിച്ചിരുന്ന ഗ്രാമം ഇപ്പോഴവിടെ ഇല്ല. കാട് പിടിച്ച് വിജനമായ ആ പ്രദേശം കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയൊരു വേദന, നൊമ്പരം അനുഭവപ്പെട്ടു. ഇതേ സമയം കപ്പൽ സാവധാനം ആ ഫെർണാൻഡോ വാസ് എന്ന് പറഞ്ഞ ആ നദിയിലേക്ക് പ്രവേശിച്ചു. തീരത്തുള്ള കണ്ടൽക്കാടുകളും കാട്ടുചെടികളും അതേപടി അവിടെ തന്നെ ഉണ്ട്. മുതലകളും നീർക്കുതിരകളും ഒക്കെ പാതി മുങ്ങിയ തടികൾ പോലെ അനങ്ങാതെ കിടപ്പുണ്ട്. എന്നാൽ അദ്ദേഹം പണ്ട് പക്ഷികളെ വേട്ടയാടിയിരുന്ന മണൽത്തിട്ടകൾ ഇപ്പോഴും കാണാനേ ഇല്ല. അതെല്ലാം കടലെടുത്തുകൊണ്ട് പോയി. ക്യാപ്റ്റൻ വാർഡന് തിരമാലകൾ നിറഞ്ഞ ഈ ഒരു തീരത്തേക്ക് കപ്പലടിപ്പിക്കാനായിട്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടുകാരുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് കുറച്ച് ആശ്വാസമായി. പോൾ ഡു ഷെയ്യും വലിയ ആവേശത്തിലായിരുന്നു. കരയിൽ ഇറങ്ങിയാൽ തൻ്റെ ആദ്യത്തെ പണി പഴയ സുഹൃത്തായിട്ടുള്ള റൻപാനോ എന്ന് പറഞ്ഞ രാജാവിനെ കാണുക എന്നതാണ്. ഈ പറയുന്ന ഫെർണാൻഡോസ് എന്ന് പറയുന്ന നദീതീരത്തെ കാമി എന്ന് പറഞ്ഞ ഗോത്രത്തിന്റെ തലവനായിരുന്നു റൻപാനോ. ഡു ഷെയ്യുവിന്റെ മുൻപ് നടത്തിയിട്ടുള്ള പല യാത്രകളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഗോത്രമായിട്ടുള്ള കാമി ജനതയും ഫെർണാൻഡോസ് നദിയുടെ അഴിമുഖത്താണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലിൽ വരുന്ന യൂറോപ്യൻസും ഒക്കെ ആയിട്ട് ഇവർക്ക് അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ആനക്കൊമ്പും മറ്റുമൊക്കെ യൂറോപ്യൻസിന് നൽകിയിട്ട് പകരം തോക്കുകളും മരുന്നും വസ്ത്രങ്ങളും ഒക്കെയാണ് ഇവർ വാങ്ങിയിരുന്നത്. പോൾ ഡു ഷെയ്യുവിനെ വെറൊരു വിദേശിയായിട്ടൊന്നുമല്ല, മറിച്ച് തങ്ങളുടെ കൂട്ടത്തിലെ ഒരാളായിട്ടാണ് ഈ ഗോത്രക്കാർ കണ്ടിരുന്നത്. അദ്ദേഹത്തെ അവർ സ്നേഹപൂർവ്വം ചാലി അല്ലെങ്കിൽ ഒഗൂസി എന്നൊക്കെയാണ് അവർ വിളിച്ചിരുന്നത്. ഈ ഡു ഷെയ്യുവിന്റെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ചുമട്ടുകാർ, ഗൈഡുകൾ ഒക്കെ കൊടുത്തിരുന്നത് ഈ പറയുന്ന കാമി ഗോത്രക്കാരാണ്. എന്തായാലും ഡു ഷെയ്യു ഇപ്പോൾ വന്നിരിക്കുന്ന ചെറിയ കപ്പലായിട്ടുള്ള മെൻഡർ നദിയിലേക്ക് പ്രവേശിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ കപ്പലിൽ നിന്നും സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് കാമി ഗോത്രക്കാർ 3 തോണികളിലായിട്ട് കപ്പലിന്റെ സമീപത്ത് എത്തിച്ചേർന്നു. ആദ്യത്തെ 2 വഞ്ചികളിലേക്ക് ഡു ഷെയ്യുവിന്റെ വലിയ വിലയൊന്നും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് കയറ്റിയത്. 2 വഞ്ചികളും സുരക്ഷിതമായിട്ട് കരയിൽ എത്തുകയും ചെയ്തു. 3ാമത്തെ വഞ്ചിയിലേക്ക് ഉപകരണങ്ങളും മരുന്ന്, തോക്ക് ഇതൊക്കെ കയറ്റുകയും കൂടെ ഈ പോൾ ഡു ഷെയ്യും നമ്മുടെ ക്യാപ്റ്റൻ വാർഡനും കൂടി കയറി. തീരത്തോട് അടുക്കും തോറും തിരമാലകളുടെ ഗർജനം ഉച്ചത്തിലായി. പെട്ടെന്ന് ഒരു കൂറ്റൻ തിരമാലയിൽപ്പെട്ടിട്ട് തോണി തലകീഴായിട്ടങ്ങ് മറിഞ്ഞുപോയി. യാത്രാക്ഷീണം കാരണം നമ്മുടെ ഈ പോൾ ഡു ഷെയ്യുവിനും ക്യാപ്റ്റനും നേരെ ചൊവ്വേ നീന്താൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വഞ്ചി മറിയുന്നത് കണ്ടിട്ട് പോളിനെ കാത്ത് തീരത്ത് നിന്നിരുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. അതോടുകൂടി ആണുങ്ങൾ നദിയിലേക്ക് ചാടുകയും നീന്തി ഈ ഡു ഷെയ്യുവിന്റെയും ക്യാപ്റ്റന്റെയും അരികിൽ വരെ എത്തുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു. കടലിൽ ഞങ്ങളുടെ ഒഗീസിയെ കൊല്ലാൻ നോക്കി എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ക്യാപ്റ്റനും ഷെയ്യും നീന്തി നനഞ്ഞ് തീരത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു മരത്തിന്റെ കീഴെ തീ കൂട്ടിയിട്ട് അതിന്റെ അരികിൽ ഈ റൻപാനോ രാജാവ് ഇരിക്കുന്നതാണ് അവർ കണ്ടത്. കൊള്ളാം, ഞാനിവിടെ മുങ്ങി മരിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ തീ കഴിഞ്ഞ് സൂചിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ഈ റൻപാനോയുടെ അടുത്തേക്ക് നമ്മുടെ ഈ ഡു ഷെയ്യു ചെല്ലുന്നത്. എൻ്റെ ചാലി,
നമുക്കെതിരെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തായ നിങ്ങൾ ഇപ്പോഴും അപകടത്തിൽപ്പെട്ടത്. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാക്കളോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവർ കൂടുതലായിട്ടും മരിച്ചുപോയ ഇവരുടെ പൂർവ്വപിതാക്കന്മാരോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന സമയത്തൊക്കെ നമ്മുടെ പോൾ ഡു ഷെയ്ൻ്റെ മനസ്സിൽ വല്ലാത്ത നിരാശയായിരുന്നു. കാരണം നല്ല വിലയുള്ള സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ പലതും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഉടൻ തിരികെ പോകുന്ന ഈ ക്യാപ്റ്റൻ വാർഡന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്ത് ലണ്ടനിലേക്ക് കൊടുത്തു വിട്ടാൽ ഇങ്ങോട്ടേക്കുള്ള അടുത്ത കപ്പലിൽ, ഈ ഭാഗത്തൂടെ പോകുന്ന ഏതെങ്കിലും ഒരു കപ്പലിൽ ഈ പോയ സാധനങ്ങൾ വീണ്ടും തിരികെ ഇവർ കൊണ്ട് എത്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വാർഡനെ ഏൽപ്പിച്ചു. അങ്ങനെ ഇതെല്ലാം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തിരികെ കിട്ടും എന്നൊരു സമാധാനം മാത്രമാണ് പോൾ ഡു ഷെയ്ന് ഇപ്പോഴുള്ളത്. അന്നത്തെ ദിവസം നേരം രാത്രിയോട് അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ നദിയിൽ നിന്നും പാട്ടുകളും ബഹളങ്ങളും ഒക്കെ കേട്ടു തുടങ്ങി. മറ്റൊരു ഗോത്രത്തലവനായിട്ടുള്ള കെൻഗുവേസയുടെ വരവായിരുന്നു അത്. അദ്ദേഹവും നമ്മുടെ ഈ ഡു ഷെയ്ൻ്റെ സുഹൃത്തായിരുന്നു. ഇങ്ങനെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയ്യോ നീ മരിച്ചു പോയി കാണും എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ഈ രാജാവ് ഇദ്ദേഹത്തോട് പറഞ്ഞത്. ഇദ്ദേഹവുമായിട്ട് വർത്തമാനം പറഞ്ഞിരുന്ന് വെളുപ്പിനെ 4 മണിക്കാണ് ഡു ഷെയ്യു അന്ന് രാത്രിയിൽ കിടന്നത്. പിറ്റേന്ന് കടൽ ശാന്തമായി. അതോട് കൂടിയിട്ട് കൂടുതൽ വഞ്ചികളിൽ കപ്പലിൽ ചെന്ന് കൂടുതൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ തന്നെ ഡു ഷെയ്യു തീരുമാനിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ 70 തോണികൾ നിറയെ സാധനങ്ങളാണ് കാമി വർഗ്ഗക്കാർ കരയിൽ എത്തിച്ചത്. എല്ലാം കരയ്ക്കടുത്തതോടെ ഈ കെൻഗുവേസ രാജാവിനെ കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുവാൻ തന്നെ നമ്മുടെ ഈ ഡു ഷെയ്യു തീരുമാനിച്ചു. എന്നാൽ ഈ സമ്മാനങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരാരും കാണാതെ തരണം എന്നൊക്കെയാണ് നമ്മുടെ ഈ കെൻഗുവേസ ആവശ്യപ്പെട്ടത്. ആരെങ്കിലും കണ്ടാൽ തൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ മന്ത്രവാദം ചെയ്ത് കൊല്ലുമെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഒരു നീളം കൂട്ടും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും ഒക്കെയാണ് ഡു ഷെയ്യു അയാൾക്ക് കൊടുത്തത്. ഇതുപോലെ തന്നെ നമ്മുടെ റെൻപാനോയ്ക്കും അവിടെ എത്തിയ മറ്റ് ഗോത്രത്തലവന്മാർക്കൊക്കെ അവരുടെ ഭാര്യമാർക്കൊക്കെ ഇതുപോലെ അദ്ദേഹം ഒട്ടനവധി സമ്മാനങ്ങൾ കൊടുത്തു. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സാധനമൊക്കെ നമ്മുടെ ഈ കപ്പലിൽ വലിച്ചു കയറ്റി ഇദ്ദേഹം ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇനി അങ്ങോട്ടേക്ക് പോകും തോറും കൂടുതൽ ഗോത്രവർഗ്ഗക്കാരെ അവരുടെ നേതാക്കന്മാരൊക്കെ കാണും. അവർക്കെല്ലാം ഈ സമ്മാനങ്ങൾ കൊടുക്കേണ്ടതാണ്. ഈ ഫെർണാവാസ് നദിയുടെ തീരത്ത് തന്നെ ആളുകൾ ഒഴിഞ്ഞുപോയ ഒരു ഗ്രാമം തൻ്റെ താവളമാക്കാൻ വേണ്ടിയിട്ടാണ് പോൾ ഡു ഷെയ്യു ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പോൾ ഡു ഷെയ്യു ഇപ്പോൾ കടൽ തീരത്താണുള്ളത്. ഈ മുഴുവൻ സാധനവും വലിച്ചു വാരി കെട്ടിപ്പെറുക്കിക്കൊണ്ട് ഇദ്ദേഹത്തിനോട് ഈ കാട്ടിലൂടെ സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ല. ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ തീരത്തുള്ള ഈ സ്ഥലത്ത് കൂടുതൽ സാധനങ്ങൾ ഇറക്കി വെക്കും. പിന്നെ യാത്രയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇദ്ദേഹം ചുവന്നു കൊണ്ടുപോവുക. ഇനി ഇവിടെ നിന്ന് കൂടുതൽ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ ആരെങ്കിലും തിരിച്ച് പുറകോട്ട് പറഞ്ഞു വിടും. അവർ വീണ്ടും ചുവന്നുകൊണ്ട് വരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു താവളത്തിന് വേണ്ടിയിട്ട്, ഈ തീരത്തുള്ള ഒരു താവളത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം റബോളോ എന്ന് പേരുള്ള ഒരാളിൽ നിന്ന് ഈ തകർന്നു നടക്കുന്ന ഒരു ഗ്രാമം വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. ആ സ്ഥലത്തിന് പ്ലേറ്റോ എന്നാണ് ഇദ്ദേഹം പേരിട്ടത്. ഇതിനു മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വാഷിങ്ടൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അദ്ദേഹം വാങ്ങിക്കുകയും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയും താമസിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോഴും ഇദ്ദേഹം മേടിച്ച ഈ ഗ്രാമം ഉണ്ടല്ലോ, തകർന്നു കിടന്നിരുന്ന ആ ഗ്രാമം നല്ല സെറ്റപ്പായിട്ടുണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഇതിൻ്റെ ഉടമയായിട്ടുണ്ടായിരുന്ന ഈ റബോളോ എന്ന് പറഞ്ഞ ആള് മന്ത്രവാദം ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായി. ഡു ഷെയ്യു വീട് വിടുന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം പുറത്തു വന്നു. ഒരു മനുഷ്യൻ്റെ, ചിമ്പാൻസിയുടെ ഒക്കെ തലയോട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ വീട് പണി ഒരു വിധത്തിൽ തീർത്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രശ്നം. ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കുടില് വലിയ വീടൊന്നുമല്ല. അതിൻ്റെ വാതിലിൽ ഈ പണിത് ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയാൽ താൻ മരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റൺബാനോ രാജാവ് ഈ നമ്മുടെ പോൾ ഡു ഷെയ്യുവിൻ്റെ പുതിയ വീട്ടിലേക്ക് കയറാനായിട്ട് വിസമ്മതിച്ചു. ഒടുവിൽ 3 ദിവസം നീണ്ടു നിന്ന പൂജകൾക്ക് ശേഷമാണ് മന്ത്രവാദം ഒഴിഞ്ഞുപോയെന്ന് വിശ്വസിച്ചിട്ട് ഈ റൺബാനോ അകത്ത് കയറാനായിട്ട് തയ്യാറായത്. ഇത്തരം ദുർമന്ത്രവാദങ്ങൾക്ക് പടിഞ്ഞാറൻ ആഫ്രിക്ക മുഴുവനും ഇന്നും ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഈ മെൻഡർ എന്ന് പറഞ്ഞ കപ്പലും ക്യാപ്റ്റൻ വാർഡനും തിരികെ പോകാൻ സമയമായി. 1864 ജനുവരി 18-ാം തീയതിയായിരുന്നു അത്. ക്യാപ്റ്റനും പോളിനും അത് വലിയ സങ്കടം ഉണ്ടാകുന്ന കാര്യമായിരുന്നു. ഡു ഷെയ്യു, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സൊന്നും വരുന്നില്ല. നീ രോഗിയായാലും നിന്നെ ആരാ നോക്കാനുള്ളത്? ക്യാപ്റ്റൻ വലിയ വിഷമത്തോടെയാണ് ചോദിച്ചത്. പേടിക്കണ്ട, നമ്മുടെ കൂടെയുള്ള ഈ കാമിയ ആളുകൾ നല്ല ആളുകളാണ്. അവർ ജീവൻ കൊടുത്ത് എന്നെ നോക്കിക്കോളും. മുമ്പും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മെൻഡർ എന്ന് പറഞ്ഞ ഈ കപ്പൽ തിരികെ ലണ്ടനിലേക്ക് പോകുമ്പോഴേക്കും ആഫ്രിക്കൻ തീരത്ത് നിന്നും 2 പുതിയ അതിഥികൾ കൂടി കപ്പലിൽ യാത്രികരായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. തോമസും അവൻ്റെ ഭാര്യ മിസ്സിസ് തോമസും. പോളിൻ്റെ കൂട്ടുകാരായിട്ടുള്ള വെള്ളക്കാരാണ് ഇതെന്നാവും നിങ്ങളിപ്പോൾ കരുതിയിട്ടുണ്ടാവുക. അല്ല, ഗാബോൺ കാടുകളിൽ നിന്നും കാമി വർഗ്ഗക്കാർക്ക് കിട്ടിയ 2 ചിമ്പാൻസികളുടെ ഇരട്ടപ്പേരുകളാണ് ഇത്. ഇവയ്ക്ക് 3, 1 അത്രയും വയസ്സ് പ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തോമസ് വളരെ കുസൃതിയുള്ളവനും ഇണങ്ങിയ ഒരു ചിമ്പാൻസിയൊക്കെയായിരുന്നു. പിന്നീട് ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിൽ എത്തിയ തോമസ് അവിടെ വലിയൊരു ആകർഷണമായി മാറി എന്നാണ് ഡു ഷെയ്യു എഴുതിയിരിക്കുന്നത്. പണമോ ഫോട്ടോയോ ഒക്കെ എടുക്കാതെ ആരെങ്കിലും കടന്നുപോയി കഴിഞ്ഞാൽ ഇവനെ പ്രദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഇവന് പൈസ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഇവൻ ബഹളം വെക്കും, അവരെ തടയും. എന്നാൽ പിന്നീട് ഈ ക്രിസ്റ്റൽ പാലസിലുണ്ടായ വലിയൊരു തീപിടുത്തത്തിൽ ഈ പാവം തോമസ് വെന്ത് മരിക്കുകയാണ് ചെയ്തത് എന്നാണ് നമ്മുടെ ഈ ഡു ഷെയ്യു പറയുന്നത്. അന്ന് വൈകുന്നേരം മെൻഡർ എന്ന് പറഞ്ഞ ആ കപ്പൽ ചക്രവാളത്തിൽ മറയുന്നത് വരെയും നമ്മുടെ ഈ പോൾ ഡു ഷെയ്യു കടലിലേക്ക് തന്നെ നോക്കി നിന്നു. എത്ര വലിയ സാഹസികനൊക്കെ ആണെങ്കിലും ഒറ്റപ്പെടൽ വലിയൊരു വേദന തന്നെയാണ്. രാത്രിയിൽ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും അദ്ദേഹം സ്വപ്നം കാണുകയും ചെയ്തു. ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും വന്യമായ ഈ ആഫ്രിക്കൻ തീരത്ത്
മുളകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിലാണ് താനെന്ന് കണ്ട അദ്ദേഹം വീണ്ടും വിഷാദത്തിലായി. എങ്കിലും ഈ കാമി ഗോത്രക്കാരുടെ ഇടയിൽ താൻ സുരക്ഷിതനാണല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് ശാന്തമാകുകയും പിന്നീട് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്തത്. പിറ്റേന്ന് വൈകുന്നേരം അദ്ദേഹം തോണിയിൽ കയറിയിട്ട് ഇന്ന് കേപ്പ് സെന്റ് കാതറിൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത്. പോളിന്റെ മറ്റൊരു പഴയ സുഹൃത്തും ഗോത്രത്തലവനുമൊക്കെ ആയിരുന്ന ഒലേങ്ക യോംബി എന്ന് പറഞ്ഞ ഒരാളെ കാണുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ രാത്രിയിൽ നദിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അതിഭീകരമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ്, ഒരു ചുഴലിക്കാറ്റുണ്ടായത്. തലങ്ങും വിലങ്ങും ഇടിയും മിന്നലും. അവർ ഒരു വിധത്തിൽ തോണികൾ കരക്കടുപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. പിന്നീട് പിറ്റേന്ന് രാവിലെ തന്നെ യാത്ര തുടർന്ന് അവർ നദിയിൽ തന്നെയുള്ള ന്വെങ്കെ ഷിക്ക എന്ന് പറഞ്ഞൊരു ദ്വീപിൽ എത്തിച്ചേർന്നു. ഷിക്ക എന്ന് പറഞ്ഞാൽ വെള്ളിയെ പോലെ വെളുത്തത് എന്നൊക്കെയാണ് അർത്ഥം. അവിടെ ഒലങ്ക യോബി രാജാവിന്റെ അടിമകൾ ഈ പോളിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞതോടെ നേരത്തെ തന്നെ ഒരു ഷെഡ് പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് ആട്, കോഴി, പഴങ്ങൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇതുവഴി വളർത്തേ വരും, അപ്പോൾ ഇദ്ദേഹത്തിന് ഉപയോഗപ്രദമാകും എന്നൊക്കെ കരുതിയിട്ട് നേരത്തെ തന്നെ അവർ അതിനകത്ത് കൊണ്ട് വെച്ചേക്കുവാണ്. ആ ഭാഗത്തുള്ള ചതുപ്പുകളിൽ ഗൊറില്ലകളുടെ കാൽപ്പാടുകൾ കണ്ടത് ഡൂഷെയുവിനെ ആവേശഭരിതനാക്കി. ഇവർ പിന്നീട് ഇൻഗെ എൻഗ്വാമ എന്ന് പറഞ്ഞ ഒരു ദ്വീപിന്റെ അരികിലാണ് എത്തിച്ചേർന്നത്. അത് അന്നാട്ടുകാർ പ്രേതദ്വീപാണ് എന്ന് കരുതിയിരുന്ന ഒരു ദ്വീപാണ്. അവിടെ ചെല്ലുന്നവർക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതും കൂടാതെ പിച്ചള നിറമുള്ള ഒരു വലിയ മുതല അവിടെ ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പോൾ ഡൂഷോ ഇത് കേട്ടിട്ട് കാര്യമായിട്ട് ആ ദ്വീപിൽ ഇറങ്ങിയിട്ട് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയെങ്കിലും കുറെ മരങ്ങളല്ലാതെ മറ്റൊന്നും ആ ദ്വീപിൽ അദ്ദേഹം കണ്ടില്ല. അങ്ങനെ അവസാനം നമ്മുടെ പോൾ ഡൂഷോയു ഈ ഒലങ്ക യോബി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തായിട്ടുള്ള രാജാവിന്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. ഇങ്ങനെ കുടിച്ച് കോൺ തെറ്റി കിടക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇവിടം വരെ വന്നതല്ലേ, അങ്ങനെ വെറുതെ സമയം കളയാൻ പാടില്ലല്ലോ, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ വേട്ടക്കാർ പുതിയൊരു തരം ജീവിയെ കുറിച്ചിട്ട് ഡൂഷെയുവിനോട് പറയുന്നത്. ഇപ്പി എന്നാണ് ആ ജീവിയെ അവർ വിളിക്കുന്നത്. കുറച്ച് ദൂരെയുള്ളൊരു കാട്ടിലാണ് ഇപ്പിയെ കാണാൻ സാധിക്കുക. അങ്ങനെ ഡൂഷെയു കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് മലകളും അരുകളും ഒക്കെ കടന്നിട്ട് മറ്റൊരു കാട്ടിൽ എത്തിച്ചേരുകയും ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ അവരോടൊന്ന് മുന്നോട്ട് നീങ്ങി. ആ ഭാഗത്തെ പ്രമാണിയായിരുന്ന മയമ്പോ എന്നയാളും അയാളുടെ മക്കളുമാണ് ഇപ്പോഴും ഈ പോളിന്റെ കൂടെ ഉള്ളത്. നാടൻ തൂക്കുകളും കോടാലിയും ഒക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. കാട്ട് പൈനാപ്പിൾ ചെടികൾ അത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് അവരിപ്പോൾ യാത്ര ചെയ്യുന്നത്. ആ ചെടികളുടെ മുള്ളുകൾ കാരണം പോളിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ തലങ്ങും വിലങ്ങും കീറിപ്പറഞ്ഞു. എന്നാൽ ഇപ്പിയെ സാധാരണ കാണുന്ന കാട് ഇനിയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു മഴയുടെ ലക്ഷണവും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മയോമ്പയും മക്കളും ചേർന്നിട്ട് വലിയ ഇലകളൊക്കെ കൂട്ടി വെച്ചിട്ട് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ഷെഡ് പണിതു. ഇത് കഴിഞ്ഞിട്ട് ഉണങ്ങിയ മരക്കമ്പുകൾ കൂട്ടിയിട്ടിട്ട് ഇവർ ആഴി കൂട്ടുകയും ചെയ്തു. പുലികൾ ധാരാളമുള്ള പ്രദേശമായതുകൊണ്ട് അവയെ ഭയന്ന് രാത്രി മുഴുവനും തീ കത്തിച്ച് വെക്കാനായിട്ടാണ് ഈ മയോമ്പോ പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 2 പേരെയാണ് ഈ ഭാഗത്തുനിന്നും കാണാതായത്. പിറ്റേന്ന് വൈകുന്നേരമാണ് ഇവർ പറയുന്ന ഇപ്പിയെ കാണുന്ന തോട്ടത്തിൽ ഇവർ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് അവർ വേട്ടയ്ക്കിറങ്ങിയത്. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മയോമ്പോ നിലത്ത് വീണ് കിടക്കുന്ന ഒരു ഉണങ്ങിയ മരത്തിന്റെ അടുത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് നമ്മുടെ ഈ പോൾ ഡൂഷെയുവിന്റെ കാതിൽ രഹസ്യമായിട്ട് പറഞ്ഞു, ആ കാണുന്നതാണ്, അതിൻ്റെ ഉള്ളിലാണ് ആ പറഞ്ഞ ജീവിയുള്ളത്, ഇപ്പി. ആ വീണ് കിടക്കുന്ന മരം കണ്ടാൽ നൂറ്റാണ്ടുകളായിട്ട് അത് അതേപടി അവിടെ കിടക്കുകയാണ് എന്നാണ് തോന്നുക. അതിൻ്റെ ഉൾഭാഗം 50-60 അടി നീളമുള്ള ഒരു കുഴൽ പോലെ പൊള്ളയായിരുന്നു. അതിൻ്റെ ഒരു വശത്താണ് ഇപ്പിയുടേത് എന്ന് കരുതുന്ന അല്ലെങ്കിൽ തോന്നുന്ന കുറച്ച് കാൽപ്പാടുകൾ കണ്ടത്. ആ ചെറിയ മൃഗം പൊള്ളയായിട്ടുള്ള ആ മരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉറപ്പായിരുന്നു. മയോമ്പോ ഉടൻ തന്നെ മരക്കൊമ്പുകൾ വെട്ടിയിട്ട് മൃഗത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കെണി ഉണ്ടാക്കി. ഒരു വശത്ത് ഉണക്കിയ ഇലകൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പുക കയറ്റിയിട്ട് ഇപ്പിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അയാൾ കരുതിയതുപോലെ തന്നെ ഇപ്പി പുറത്തേക്ക് ചാടുകയും ഓടുകയും ഇദ്ദേഹം വെച്ചിരിക്കുന്ന ഈ കെണിയിൽ പെടുകയും ചെയ്തു. അല്പനേരത്തെ പോരാട്ടത്തിനൊടുവിലാണ് അവർക്കതിനെ ജീവനോടെ പിടികൂടാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് ഈ ഇപ്പി? നമ്മുടെ ഈനാം പേച്ചിയുടെ ആഫ്രിക്കൻ വകഭേദമാണ് ഇപ്പി. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പങ്കോളിൻ വർഗ്ഗങ്ങളിൽ 4 എണ്ണത്തിൽ 3 എണ്ണവും നമ്മൾ ഈ ഗാബോൺ കാടുകളിൽ കാണപ്പെടുന്നുണ്ട്. വൈറ്റ് ബെല്ലിഡ്, ബ്ലാക്ക് ബെല്ലിഡ്, പിന്നെ ജയന്റ് പങ്കോളിൻ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ഈ പോൾ ഡൂഷെയും കൂട്ടരും അന്ന് കണ്ടിട്ടുണ്ടാവുക. ഇതിലെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നാവും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ആഫ്രിക്കൻ കാടുകളിൽ ഇതുപോലെ ഒരു വിചിത്ര ജീവി ഉണ്ട് എന്ന് പുറം ലോകത്തിന് ഇതിനു മുമ്പ് അറിവുണ്ടായിരുന്നില്ല. അതിനാൽ ഈനാം പേച്ചി അവർക്ക് ഒരു അത്ഭുത ജീവി തന്നെയായിരുന്നു, നമ്മുടെ ഈ പ്രത്യേകിച്ച് പോൾ ഡൂഷെയുവിന്. പകൽ സമയത്ത് ഇവ മണ്ണിലെ മാളങ്ങളിലോ വീണ് കിടക്കുന്ന മരപ്പൊത്തുകളിലോ ഒക്കെ ആയിരിക്കും ഒളിച്ചിരിക്കുന്നത്. ഭയം തോന്നിയാൽ ഇവ പന്ത് പോലെ ചുരുണ്ടുകൂടും. വളരെ അപൂർവമായിട്ടുള്ള മൃഗമായതുകൊണ്ടും രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്നത് കൊണ്ടും ഇവയെ കണ്ടെത്തുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഇത്രയും ദൂരം പ്രയാസപ്പെട്ട് സഞ്ചരിച്ചെങ്കിലും പുതിയൊരു ജീവിവർഗത്തെ കണ്ടെത്തിയതിൽ നമ്മുടെ പോൾ ഡൂഷെയുവിന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ജൂൺ മാസം എത്തിച്ചേർന്നു. ദിവസം മുഴുവനുമുള്ള അസഹനീയമായ ചൂട് മാറിയിട്ട് രാത്രികളും പകലും ഒക്കെ വളരെ സുഖകരമായിട്ടുള്ള കാലാവസ്ഥയായിട്ട് മാറി. പലപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മഴ കുറവായിരുന്നു. ചതുപ്പ് നിലങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങിയതുകൊണ്ട് തന്നെ നായാട്ടിന് പറ്റിയ സമയമായിരുന്നു അത്. ഒലങ്ക യോബി രാജാവിൻ്റെ വലിയ വാഴത്തോട്ടത്തിലാണ് നമ്മുടെ പോൾ ഡൂഷെയു ഇപ്പോൾ ഉള്ളത്.
അവിടെയുള്ളൊരു കുന്നിൻ ചൂടിലൂടെ തെളിനീര് പോലുള്ള വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. ആ പ്രദേശം പകുതി പുൽമേടുകളും ബാക്കി പകുതി കാടും ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. രാവിലെ കോടമഞ്ഞ് പുതച്ചു കിടക്കുന്ന ആ പ്രദേശം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഒരു ഗസലിനെയോ മാനിനെയോ ഒക്കെ വേട്ടയാടാം നായാടാം എന്ന പ്രതീക്ഷയിലാണ് പോള് തോക്കുമായിട്ട് അത് രാവിലെ ഇറങ്ങിയത്. ധാരാളം വാഴത്തോട്ടങ്ങളും കരിമ്പിൻ തോട്ടങ്ങളും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ തോട്ടങ്ങൾക്ക് ചുറ്റിനും ധാരാളം ഗൊറില്ലകളും ഉണ്ടായിരുന്നു. അവ ഈ തോട്ടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിക്കൊണ്ടിരുന്നത്. ഡൂഷയു തന്റെ പനാമ തൊപ്പിയും തോക്കുമൊക്കെ എടുത്തുകൊണ്ട് ഒഡാങ്ക എന്ന് പറഞ്ഞ പേരുള്ള ഒരു പയ്യനെയും കൂട്ടിയിട്ടാണ് അന്ന് തോട്ടത്തിലേക്ക് പോയത്. ഇവർ രണ്ടുപേരും വേട്ടയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ മുഖത്തും കൈകളിലും ഒക്കെ എണ്ണയും കരിക്കട്ടയൊക്കെ ചേർത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മൃഗങ്ങൾ പെട്ടെന്ന് ഇവരെ കാണരുത്. ഇത് കഴിഞ്ഞിട്ട് ഈ തോട്ടത്തിലുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിലാണ് ഇവർ ഒളിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അലർച്ചയ്ക്ക് പിന്നാലെ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് 4 ഗൊറില്ലകളാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. കൂട്ടത്തിലുണ്ടായിരുന്ന പെൺ ഗൊറില്ലയുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഗൊറില്ല കൂടി ഉണ്ടായിരുന്നു. ഇവറ്റകൾ ചിലപ്പോൾ 4 കാലിൽ നടക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും 2 കാലിൽ നിവർന്നു നിൽക്കും. ഇവരുടെ ഈ നടത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡൂഷയുവിന് ആകെ വിചിത്രമായിട്ടാണ് തോന്നിയത്. തോട്ടത്തിൽ കടന്ന ഉടൻ തന്നെ അവർ വാഴകൾ ഓരോന്നും നശിപ്പിക്കുവാൻ തുടങ്ങി. വാഴപ്പഴം പഴുക്കാത്തതുകൊണ്ടാവണം അവർ വാഴപ്പിണ്ടിയാണ് ചവച്ചരിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഗൊറില്ലകൾ ഇങ്ങനെ വാഴത്തോട്ടൊക്കെ തിന്നും നശിപ്പിച്ചുമൊക്കെ മുന്നോട്ട് പോയി മറഞ്ഞു. അവരങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ള കുന്നിൻ ചെരുവിൽ നിന്നുകൊണ്ട് ഒരു ആൺഗൊറില്ല തന്നെ സൂക്ഷിച്ച് നോക്കുന്നത് നമ്മുടെ ഈ ഡൂഷയു കണ്ടു. പെട്ടെന്ന് തോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പുറകിലേക്ക് കൈ നീട്ടി. പക്ഷെ അങ്ങനെ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ഈ ഒടാങ്ക എന്ന് പറഞ്ഞ പയ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഗൊറില്ലയെ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു, തോക്കുമായിട്ട് ഗ്രാമത്തിലേക്ക് തിരികെ ഓടിപ്പോയി കളഞ്ഞു. ഭാഗ്യത്തിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ ഗൊറില്ല ഒന്നും ചെയ്യാതെ തിരികെ കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ഓടിപ്പോയ ഒടാങ്ക എന്ന് പറഞ്ഞ ആ പയ്യൻ അയച്ച കുറച്ച് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പോൾ ഡൂഷയുവിൻ്റെ തോക്കുമൊക്കെ ആയിട്ട് തിരികെ ഇവിടെ എത്തി. ആ ചെറുക്കൻ ഭയന്ന് ഓടിപ്പോയതിന് അവർ ഈ പോളിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഡൂഷയെ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ മറ്റൊരു ഗൊറില്ലയെ ജീവനോടെ തന്നെ പിടികൂടിയിട്ട് മുള കൊണ്ടുള്ള ഒരു കൂട്ടിൽ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കാട്ടുപന്നികൾ വിള നശിപ്പിക്കുന്നതിന് സമാനമായിട്ടാണ് കൃഷിത്തോട്ടങ്ങളിൽ ഈ ഗൊറില്ലകളുടെ വിളയാട്ടങ്ങൾ അക്കാലത്ത് ഈ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. അതിനാൽ ഇവറ്റകളെ കെണിവെച്ച് പിടികൂടുന്നത് അക്കാലത്ത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യം മാത്രമായിരുന്നു. ഈ ഗ്രാമത്തിൽ വെച്ചാണ് മന്ത്രവാദം മനുഷ്യ മനസ്സുകളെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഡൂഷയു തിരിച്ചറിഞ്ഞത്. അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ മനുഷ്യഭോജിയായിട്ടുള്ള ഒരു പുലിയുടെ ആക്രമണം സ്ഥിരമായിട്ടുണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ അതൊരു യഥാർത്ഥ പുലിയല്ല, ഒരു മനുഷ്യൻ ദുർമന്ത്രവാദം ചെയ്തിട്ട് പുലിരൂപം സ്വീകരിച്ച ആളുകളെ കൊല്ലുന്നതാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. സാധാരണ ഇത് ഗ്രാമത്തിലെ ആരുടെയെങ്കിലും മേൽ ആരോപിക്കുകയും അയാളെ വധിക്കുകയുമാണ് ചെയ്യാറ്. എന്നാൽ ഇത്തവണ താൻ തന്നെയാണ് പുലിരൂപം സ്വീകരിച്ച ആളുകളെ കൊല്ലുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വീമ്പിളിച്ചുകൊണ്ട് ഒരാൾ സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അത് കേട്ടതോടെ ഗ്രാമവാസികൾ എന്ത് ചെയ്തു, അയാളെ പിടികൂടിയിട്ട് ക്രൂരമായിട്ട് വധിച്ചു കളഞ്ഞു. മാനസിക രോഗമുള്ള ഒരാളല്ലാതെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ കുറ്റം ഏറ്റുപറഞ്ഞ് കൊല്ലപ്പെടാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഡൂഷയു പറയുന്നത്. എന്തായാലും ആ ഒരു ചെറിയ യാത്ര കഴിഞ്ഞിട്ട് പോള് നദിക്കരയിലുള്ള ആ കടലിൻ്റെ തീരത്തുള്ള തൻ്റെ പഴയ ആ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു. പുറത്ത് വലിയൊരു ബഹളം കേട്ടിട്ടാണ് പോള് ഇറങ്ങി നോക്കിയത്. കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് ദേഹം മുഴുവൻ മുറിവേറ്റ നിലയിൽ ഒരു പെൺ ഗൊറില്ലയെ നാട്ടുകാർ ഡൂഷയുവിനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. അവളുടെ തലയിൽ വലിയൊരു മുറിവും ദേഹത്ത് പലയിടത്തും രക്തം കട്ടപിടിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകളൊക്കെയുണ്ട്. വേദന കൊണ്ട് ആ മൃഗം ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കുന്നത് ഇരുട്ടിൽ ഭീകരമായ അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു. രക്ഷപ്പെടാൻ ഒട്ടും പഴുതില്ലാത്ത വിധം വിചിത്രമായ രീതിയിലായിരുന്നു അവളെ കെട്ടിയിരുന്നത്. അവളുടെ മാറോട് ചേർന്നിട്ട് ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ഗൊറില്ല കൂടി പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. ഇടയ്ക്കിടെ പാല് കുടിക്കുമ്പോൾ അത് സങ്കടത്തോടെ കരയുന്നുമുണ്ട്. അവൾക്കരികിലായിട്ട് പേടിയില്ലാതെ നിൽക്കുന്ന ഒരു കുട്ടി ആൺഗൊറില്ല കൂടി ഉണ്ടായിരുന്നു. കോപിഷ്ഠനായ അവൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അല്പം മാറിയിട്ട് മറ്റൊരു പെൺ ഗൊറില്ലയുടെ ശവശരീരം കിടപ്പുണ്ട്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആ ഗൊറില്ലകളുടെ മുഖം കണ്ടിട്ട് നമ്മുടെ സാഹസികനായ ഡൂഷോയി പോലും ഞെട്ടിപ്പോയി. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ കനനവാസികൾ അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഗൊറില്ലകളെ വളരെ ക്രൂരമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. കുട്ടി ആൺഗൊറില്ലയ്ക്ക് പോൾ ടോം എന്നാണ് പേരിട്ടത്. അത്രയും റഫായിട്ടുള്ള ഒരാളായിട്ട് കൂടിയിട്ട് അന്ന് രാത്രി തനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്നാണ് നമ്മുടെ പോൾ ഡൂഷയു പറയുന്നത്. മുറിവേറ്റ ആ ഗൊറില്ലയുടെ ഭീകരമായ നിലവിളികൾ തന്നെയായിരുന്നു പ്രധാന കാരണം. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ ആ പെൺ ഗൊറില്ല മരിച്ചു. ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ തന്നെ വേദനാജനകമായിരുന്നു അത് എന്നാണ് പോള് പറയുന്നത്. കാരണം മരിച്ച ശേഷവും കുഞ്ഞ് അമ്മയെ മുറുകെ പിടിക്കുകയും പാല് കുടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ടോമിനെയും മിന്നി എന്ന് പേരിട്ട പെൺ ഗൊറില്ലയെ നോക്കേണ്ട ഉത്തരവാദിത്തം അവർ രണ്ടുപേരും ബാക്കിയുള്ളത് അവസാനം നമ്മുടെ പോൾ ഡൂഷയുവിൻ്റെ തലയിൽ വന്ന് കയറി. ടോം പഴങ്ങളും മറ്റും കഴിക്കുന്നുണ്ടായിരുന്നു. മിന്നി പക്ഷെ ഒന്നും കഴിച്ചില്ല. ആട്ടിൻപാല് കൊടുത്തു നോക്കിയെങ്കിലും അതും അവൾക്ക് ഇഷ്ടമായില്ല. 4-ാം ദിവസം ഉറങ്ങാൻ കിടന്ന മിന്നി പിന്നെ ഒരിക്കലും എഴുന്നേറ്റില്ല. അങ്ങനെ ആ ഗൊറില്ല കുടുംബത്തിൽ ടോം മാത്രം അവശേഷിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഡൂഷോയിൻ്റെ തോക്ക് ഉൾപ്പെടെയുള്ള ഒട്ടേറെ സാധനങ്ങൾ നദിയിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് വലിയ വേട്ടകൾക്ക് പോകാതെ ഡൂഷയു ഈ കടൽ തീരത്ത് നദിയുടെ തീരത്ത് തന്നെ സമയം ചെലവഴിച്ചത്.
തൻ്റെ നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് പകരം മറ്റു സാധനങ്ങൾ മറ്റൊരു കപ്പലിൽ ഇങ്ങോട്ടേക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ പോൾ ഡൂഷയും മെൻഡറിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള വാർഡൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തുവിട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം ലേവിയാതൻ എന്നു പേരുള്ള ഒരു കപ്പൽ പുക തുപ്പിക്കൊണ്ട് തീരത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡൂഷയും ആവേശം കൊണ്ട് ഉച്ചത്തിൽ ബഹളം വെച്ചുപോയി. ഇനി ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലൂടെ ഒരു ദീർഘദൂര യാത്രയ്ക്ക് അദ്ദേഹത്തിന് തയ്യാറെടുക്കാം. കാരണം ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഈ ഒരു കപ്പലിൽ, ലേവിയാതൻ എന്ന് പറഞ്ഞ ഈ ഒരു കപ്പലിൽ ലണ്ടനിൽ നിന്ന് ഇദ്ദേഹത്തിന് സുഹൃത്തുക്കൾ കൊടുത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ 1864 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയായി കപ്പൽ ലണ്ടനിലേക്ക് മടങ്ങിയാണ്. പോൾ ഒരു വലിയ വഞ്ചിയിൽ നദിയിലൂടെ കപ്പൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. തോണിയിൽ ഒരു ചെറിയ കൂടിൽ അക്രമാസക്തനായിട്ട് ബഹളം വെച്ചുകൊണ്ട് നമ്മുടെ ടോം ഇരിപ്പുണ്ട്. അവനെ പോൾ ലണ്ടനിലേക്ക് അയക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോളിൻ്റെ കണ്ണ് തെറ്റിയാൽ നാട്ടുകാർ അവനെ പിടികൂടി ചാപ്പിട്ട് കളയും. ഇനി അങ്ങോട്ടുള്ള യാത്രക്കിടയിൽ ടോമിന് ആവശ്യമായിട്ടുള്ള ധാരാളം വാഴപ്പഴങ്ങൾ, പൈനാപ്പിളുകൾ, പിന്നെ കരിമ്പ്, അങ്ങനെ മറ്റ് പല പഴങ്ങൾ, ഇതൊക്കെ നേരത്തെ തന്നെ കപ്പലിലേക്ക് നമ്മുടെ ഈ പോൾ ഡൂഷോയി കയറ്റിയിട്ടുണ്ട്. ടോമിനെ കൂടാതെ ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മറ്റൊരു മൃഗം കൂടിയുണ്ട്. അത് മഞ്ഞ നിറമുള്ള ഒരു കാട്ടുപന്നിയാണ്. റെഡ് റിവർ ഹോഗ് എന്നറിയപ്പെടുന്ന ഇവറ്റകൾ വെള്ളത്തിനടുത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. പുഴകളും ചതുപ്പും ഒക്കെ നീന്തി കിടക്കാൻ വേണ്ടിയിട്ട് ഇവയ്ക്ക് പ്രത്യേക കഴിവുകളുമുണ്ട്. ഇതുകൂടാതെ 2 മീൻ പിടിയൻ കഴുകന്മാരും വഞ്ചിയിലുണ്ടായിരുന്നു. മറ്റൊരു തോണിയിൽ കുറേ ഗൊറില്ലകളുടെയും ചിമ്പാൻസികളുടെയും തോലുകളും അസ്ഥികൂടങ്ങളും കൂടാതെ ധാരാളം പ്രാണികൾ, ചിത്രശലഭങ്ങൾ, കക്കകൾ ഇവയൊക്കെ കപ്പലിൽ കയറ്റാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഓർമ്മയുണ്ടല്ലോ. ടോം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കുട്ടി ഗൊറില്ലയെ ജീവനോടെ ലണ്ടനിൽ എത്തിച്ചാൽ 100 പൗണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ്റെ പ്രതിഫലം. പക്ഷേ ഡൂഷെയുവിനെ വിട്ടുപിരിഞ്ഞ ശേഷം നമ്മുടെ ഈ ടോം ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ കൂട്ടാക്കിയില്ല. അങ്ങനെ 4-ാം ദിവസം ഈ ടോം പട്ടിണി കിടന്ന് മരിച്ചുപോയി, മരണപ്പെട്ടു എന്നാണ് പോൾ ഡൂഷെയു പിന്നീട് അറിഞ്ഞത്. അങ്ങനെ ഈ കപ്പൽ തിരികെ പോയി നമ്മുടെ ഈ പോൾ ഡൂഷെയുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ കാമി ഗോത്ര തലവന്മാർ ഒരു യോഗം ചേർന്നു. ഉൾക്കാട്ടിലേക്ക് അഥവാ കിഴക്കോട്ട് സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്ക് താനൊരു നീണ്ട യാത്രയ്ക്ക് പോവുകയാണ് എന്ന് നമ്മുടെ ഈ തലവന്മാരെ പോൾ ഡൂഷെയു അറിയിച്ചു. യാത്ര അതികഠിനമാണ്, ചിലപ്പോൾ ഒരിക്കലും മടങ്ങി വരാൻ യാതൊരു സാധ്യതയുമില്ല. ഇങ്ങനെയൊക്കെ പോൾ ഡൂഷെയു പറഞ്ഞെങ്കിലും കുറച്ച് പേര്, ഒരു 10ഓളം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. ഇവരിൽ ചിലരുടെ പേരുകളൊക്കെ വളരെ രസകരമാണ്. ഇഗാല എന്നറിയപ്പെടുന്ന വേട്ടക്കാരനാണ് പോളിൻ്റെ പ്രധാന സഹായി, ഇഗാല. കൂടാതെ റബൂക്ക, ഇഗാലോ, മക്കോണ്ടായി, മുയീച്ചി, റാപ്പലീന, ററ്റണ്ട, എൻഗോമ, ഇഗാല എൻഗോ, ഇങ്ങനെ കുറേ ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ സംഘത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർക്ക് പുതിയ തോക്കുകളും വസ്ത്രങ്ങളും പുതപ്പും ഒക്കെ ഡൂഷെയു സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1864 ഒക്ടോബർ 2-ന് ഇവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. കരയിൽ നിൽക്കുന്ന ആളുകൾ വലിയ സങ്കടത്തോടെയാണ് ഇവരെ യാത്രയാക്കുന്നത്. കാരണം പലരും ഇനി ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ ഒരു സാധ്യതയില്ല. നമ്മുടെ പോൾ ഡൂഷെയിൻ്റെ പ്രധാന നാട്ടുവേട്ടക്കാരനായിട്ടുള്ള ഇഗാല, അദ്ദേഹത്തിന് തൻ്റെ കൊച്ചുമകളെ വിട്ടുപിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. മോള് കരയണ്ട, ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും എന്നൊക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഇഗാല തോണിയിലേക്ക് ചാടിക്കയറിയത്. ആദ്യമേ തന്നെ സുഹൃത്തായിട്ടുള്ള റൺബാന രാജാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പോള് പോയത്. ഇവരോടൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ സഹായം മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. തന്നെ വിട്ടുപിരിയുന്നതിന് മുമ്പ് പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഊരിത്തരണം എന്നാണ് റംബാനോ ആവശ്യപ്പെട്ടത്. അത് സൂക്ഷിച്ച് വെച്ചിട്ട് മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ പോളിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് മിസ്റ്റർ റംബാനോ പറയുന്നത്. പോൾ ആകെ എണ്ണിപ്പിറകിയാണ് ഓരോ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള അമ്മമാരെ ഓരോ സാധനങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ചോദിച്ചാൽ ഒന്നും കൊടുക്കാതിരിക്കാനും പറ്റില്ല. അവസാനം അങ്ങനെ ദൂരി കൊടുത്തു. ഇതിനുശേഷം അടുത്ത സുഹൃത്തായിട്ടുള്ള കെൻഗുവസ രാജാവിൻ്റെ അരികിലേക്കാണ് പോൾ പോയത്. ഇയാളിനി എന്താണോ ഊരി വാങ്ങിക്കാൻ പോകുന്നത് എന്നായിരുന്നു ഡൂഷെയുവിൻ്റെ ഭയം. എന്തായാലും അതുണ്ടായില്ല. പകരം തൻ്റെ ഒരു അടിമയെ പോളിൻ്റെ കൂടെ അയക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായി. കൂടാതെ അഷീറ എന്ന സ്ഥലം വരെയും കൂടെ വരാനും അദ്ദേഹം തയ്യാറായി. കാരണം അഷീറയിലെ രാജാവ് ഒലേണ്ട ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. പോളിനെ അയാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കെൻഗുവസ തിരിച്ചിങ്ങ് പോരും. അങ്ങനെ തൻ്റെ പൂർവികരോട് പ്രാർത്ഥിച്ച ശേഷം കെൻഗുവസ പോളിൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഒക്ടോബർ 28-ന് രാവിലെ 10 മണിക്ക് ഗ്രാമവാസികൾ കരയിൽ നിന്നുകൊണ്ട് അവർക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. അന്നത്തെ രാത്രി 2 നദികളുടെ സംഗമ സ്ഥാനമായിട്ടുള്ള ഒരിടത്താണ് അവർ അന്തി ഉറങ്ങിയത്. അതൊരു രസകരമായ രാത്രിയായിരുന്നു. പുഴയിൽ നിന്ന് ധാരാളം മീനുകളൊക്കെ ലഭിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും വയറു നിറയെ ആഹാരവും കഴിച്ചു. സന്തോഷം വരുമ്പോഴേക്കും പാട്ട് പാടുകയും കഥകൾ പറയുകയും ചെയ്യുന്നത് ആഫ്രിക്കൻസിൻ്റെ ഒരു ശീലമാണ്. അന്ന് രാത്രി എൻജാങ്കിയും, അതായത് മഴക്കാലം, എനോമയും, അതായത് വേനൽക്കാലം, ഈ 2 കാര്യങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് അവർ പറഞ്ഞത്. വേനൽക്കാലവും മഴക്കാലവും തമ്മിൽ ആരാണ് മൂത്തത് എന്ന് തർക്കമായി. അവസാനം ആകാശത്തിലെ മനുഷ്യരിടപെട്ടാണ് ഇത് ഒത്തുതീർപ്പാക്കിയത് എന്നൊക്കെയാണ് ഇവന്മാരുടെ കഥ. ഇവരിൽ ആർക്കാണ് മൂപ്പ് കൂടിയത്, ആരാണ് മൂത്തത് എന്നായിരുന്നുള്ള തർക്കം. 2 പേർക്കും ഒരേ പ്രായമാണ് എന്ന് പറഞ്ഞാണ് ഈ ആകാശത്തിലെ മനുഷ്യർ ഇത് വിധിച്ച് സെറ്റിലാക്കിയത്. ഇത് രണ്ടുമല്ല, കഷ്ടകാലത്തിനാണ് മൂപ്പ് കൂടുതൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ലേ? ഇതൊക്കെ പോട്ടെ. ഇവന്മാർ പറയുന്ന ഈ ആകാശത്തിലെ മനുഷ്യർ ഇത് എന്ത് സാധനമാണ്? ഇനി ഏലിയൻസ് വലുതുമാണോ? ആർക്കറിയാം.
നമുക്കൊരു കോൺസ്പിറൻസി ചാനൽ തുടങ്ങിയാൽ പൊളിക്കും. കാരണം ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ പറയുന്ന ചരിത്ര കഥകളിൽ പല സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതുപോട്ടെ, നമ്മുടെ ഈ ഡൂഷയും കൂട്ടരും ഒക്കെ ഇപ്പോഴുള്ളത് ഒവേങ്ക, എംബയ എന്ന് പറഞ്ഞ ഈ 2 നദികളുടെ സംഗമ സ്ഥാനത്താണ്. ഇവിടെ നിന്നും ഒവേങ്ക നദിയിലൂടെയാണ് ഇവർ ഇനി മുന്നോട്ടുള്ള യാത്ര തുടരുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നദിയിൽ വെള്ളം തീരെ കുറവാണ്. ഈ നദിക്ക് കുറുകെ മരങ്ങളും മറ്റും വെച്ചിട്ട് നാട്ടുകാർ വേലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഈ കെൻഗുവസ രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം തോക്കെടുത്തിട്ട് ആകാശത്തേക്ക് വെടിവെച്ചു. അതിർത്തി തർക്കം കാരണമാണ് ആളുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ കെൻഗുവേസയുടെ വെടിവെച്ച കേട്ടതോടെ ആരൊക്കെയോ ഓടി വരികയും തിടുക്കത്തിൽ ആ മരക്കമ്പുകൾ വലിച്ചു മാറ്റിയിട്ട് ഇവർക്ക് ഇവരുടെ തോണികൾ പോകാൻ വേണ്ടിയിട്ട് വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് 5 ആനകൾ നദി മുറിച്ച് കിടക്കുന്ന മനോഹരമായ കാഴ്ചയും അവർക്ക് കാണാൻ സാധിച്ചു. ഇതിനുശേഷം ഇവർ യാത്ര ചെയ്യുന്ന ഈ ഒവേങ്ക എന്ന് പറഞ്ഞ നദി ഒഫോബോ എന്ന് പറഞ്ഞ മറ്റൊരു നദിയിലേക്ക് ചെന്ന് ചേരുന്ന സ്ഥലത്താണ് ഇവർ എത്തിച്ചേർന്നത്. അവിടെ വെച്ചിട്ട് ഈ കെൻഗുവേസ പോളിൻ്റെ കൂടെയുള്ള 10 പേരെയും വിളിച്ചിട്ട് കാര്യമായിട്ട് ചില ഉപദേശങ്ങളും കൊടുത്തു. നിങ്ങൾ പോകുന്നത് അന്യദേശത്തേക്കാണ്. വഴിയിലോ ഗ്രാമത്തിലോ ആരെങ്കിലും ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് വാഴപ്പഴം, നിലക്കടല ഇതൊക്കെ ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണും. ആർത്തി പൂണ്ടിട്ട് ഇതെടുത്ത് പിടിക്കരുത്, ഇതെടുത്ത് കഴിക്കരുത്, തുടരുത്. അതൊരു ചതിയാവാനാണ് സാധ്യത. ഇനി നിങ്ങളെ ആരെങ്കിലും കുടിലേക്ക് വിളിച്ചിട്ടൊന്ന് സൽക്കരിക്കുകയാണ്, ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്, അവർ ശ്രമിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആർത്തി പൂണ്ടിട്ട് കയറി കഴിക്കരുത്. അവർ തന്നെ ഭക്ഷണം വിളമ്പി നൽകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. എന്നെ വെറുതെ നാണം കെടുത്തരുത്, സ്വയം ഒന്നും എടുക്കരുത്, മറ്റൊരുത്തൻ്റെ വീട്ടിൽ കയറരുത്, ആരും ഇരിക്കാത്ത കസരിൽ ഇരിക്കരുത്. ഏറ്റവും പ്രധാനം, അന്യദേശത്തെ സ്ത്രീകളെ വിശ്വസിക്കരുത്, അവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ്. ഈ ഉപദേശങ്ങളെല്ലാം അനുസരിക്കുമെന്ന് നമ്മുടെ ഇഗാലയും മറ്റ് സംഘാംഗങ്ങളും വാഗ്ദാനം ചെയ്തു. എല്ലാവരും ചാലിയെ, നമ്മുടെ ഇപ്പോൾ ഡു ഷെയ്യുവിനെ, ഒഗൂസിയെ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളാം എന്നൊക്കെ കെൻഗുവസയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇനി ഇവിടെ നിന്നും കരയിലൂടെയാണ് ഇവർ യാത്ര തുടരുന്നത്. ഇനി മറ്റൊരു രസകരമായ കാര്യം പറയാനുണ്ട്. അതായത് ഇവരിപ്പോഴും നിൽക്കുന്ന സ്ഥലം, മുമ്പ് പറഞ്ഞു ഒവേങ്ക, ഒഫോബോ എന്ന് പറഞ്ഞ 2 ചെറിയ നദികളാണ് അവയുടെ സംഗമസ്ഥാനം. ഇവിടെ വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ഐതിഹ്യം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇൻട്രസ്റ്റ് ആയില്ലേ? ഇവിടുത്തെ നദികളിലും ചതുപ്പ് നിലങ്ങളിലും ഡൈനസോറിന് സമാനമായിട്ടുള്ള ഒരു ജീവി ജീവിക്കുന്നുണ്ട് എന്ന് അക്കാലത്ത് ആളുകൾ കരുതിയിരുന്നു. ഡൈനസോറിന് സമാനമാണെന്ന് അവർക്കറിയില്ല, പക്ഷേ അവരുടെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള ജീവിയാണ് അവർ പറയുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇൻഗ്യുമ മോനനെ എന്നാണ് ആ ജീവിയുടെ പേര്. ബിഗ് ക്യാറ്റ് സ്പെഷ്യലിസ്റ്റും ക്രിപ്റ്റോസുവോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള റോയി മാക്കൽ ഇദ്ദേഹം രചിച്ച എ ലിവിംഗ് ഡൈനസോർ ഇൻ സെർച്ച് ഓഫ് മൊക്കേലെ ഇംബബെ എന്നൊരു ബുക്കുണ്ട്. ഇപ്പറഞ്ഞ ഇൻഗുമെ മോനോനെ എന്ന് പറഞ്ഞ ആ ജീവിയെ പോലെ കോങ്കോ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ജീവിയാണ് ഈ ബുക്കിന്റെ പേരിലുള്ള മൊക്കേലെ എംബംബെ. ഈ ബുക്കിൽ ഫ്രഞ്ച് ജർമ്മൻ പരിവേഷകർ പലപ്പോഴായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ നദി ഒഫോബോ എന്ന് പറഞ്ഞ നദിയിൽ വെച്ചിട്ട് ഒരു ഭീമാകാരനായിട്ടുള്ള ജീവിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ 2 ജീവികൾക്കും, അതായത് ഈ ഒഫോബോ എന്ന് പറഞ്ഞ ഈ നദിയിലും കോങ്കോ നദിയിലും 2 ടൈപ്പ് ഡൈനസോറിന് സമാനമായിട്ടുള്ള ജീവികളെ കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ 2 ജീവികൾക്കും 2 രീതിയിലുള്ള വിവരണങ്ങളാണ് ആളുകൾ പറയുന്നത്. ഗാബോണിലുണ്ട് എന്ന് പറയുന്ന, അതായത് നമ്മുടെ പോൾ ഡു ഷെയ്യു ഇപ്പോഴുള്ള ആ സ്ഥലങ്ങളിലുണ്ട് എന്ന് പറയുന്ന ഇൻഗ്യൂമ മൊനാന എന്ന് പറയുന്ന ആ ജീവിക്ക് മുതലയുടെ മുഖവും 10 മീറ്ററോളം നീളമുണ്ട്. ഏതാണ്ട് നമ്മുടെ സ്പൈനസോറുകളുടെ രൂപമാണ് ഇതിനുള്ളത്. ചിലർ ഈ ജീവി ഒരു ഹിപ്പോയെ കൊല്ലുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സമാനമായ മുഖവും രൂപവുമുള്ള ജീവികളെ വെള്ളത്തിൽ വെച്ച് കണ്ടാൽ അതിൻ്റെ ശരിക്കുള്ള രൂപവും വലുപ്പമൊന്നും നമുക്ക് പിടികിട്ടില്ല. ചിലപ്പോൾ വലിയൊരു പാമ്പോ അല്ലെങ്കിൽ ഒരു മുതലയോ ഒക്കെ വെള്ളത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള രൂപവും വലുപ്പമൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതൊക്കെ ആവാം ഇത്തരം കഥകളുടെ പിന്നിൽ ഉണ്ടാവുക. എന്തായാലും നമ്മുടെ പോൾ ഡു ഷെയ്യുവിനോട് കൂടെയുള്ള ആളുകൾ ഇത്തരം കഥകളൊന്നും പറഞ്ഞില്ല എന്ന് ഉറപ്പിക്കാം. ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ പുസ്തകം വിറ്റുപോകാൻ വേണ്ടിയെങ്കിലും അദ്ദേഹം അതും കൂടി ഈ ബുക്കിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവർ കരയിലൂടെയുള്ള യാത്രയ്ക്ക് സജ്ജരായി. രാവിലെ ക്യാമ്പിലാകെ വലിയ തിരക്കായിരുന്നു. എല്ലാവരും സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. കെൻഗുവേസ രാജാവ് ഒരു കോട്ടുമൊക്കെ ഇട്ട് അരയിൽ ഒരു പച്ച തുണിയൊക്കെ വലിച്ചു കെട്ടിയിട്ട് തോളിൽ പുകയില സഞ്ചിയൊക്കെ തൂക്കിയാണ് വലിയ മാന്യമായിട്ട് നിൽക്കുന്നത്. കൂട്ടത്തിൽ കെൻഡോ എന്ന് പറഞ്ഞ് പേരുള്ള ഒരു മണിയൊക്കെയുണ്ട്. ഇത് രാജാവിൻ്റെ അടയാളമാണ്. കൂടാതെ പൂജകൾക്കും മറ്റുമൊക്കെ ഈ മണിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരാണ് കെൻഡോ. രാജാവിൻ്റെ ഇരുവശത്തും 2 പേര് അദ്ദേഹത്തിൻ്റെ തോക്കും വാളും ഒക്കെ പിടിച്ചുകൊണ്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ശരിക്കും രാജാവിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ഇദ്ദേഹം ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നത്. യാത്ര തുടങ്ങുവാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു, മുകളിലേക്ക് ആകാശത്തേക്ക് വെടിവെച്ചു. ഇത്തരം മിക്ക യാത്രകളും ഇതുപോലെ വലിയൊരു വെടിവെപ്പ് മാർപ്പോളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഒരു വൈബൊക്കെ വേണ്ടേ? വൈകുന്നേരം 4 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും പ്രായമുള്ള കെൻഗുവസ് ആകെ ക്ഷീണിച്ച് ആ ഭാഗത്തുള്ള അഷീറ ഗോത്രക്കാർ പണ്ടങ്കം ഉണ്ടാക്കിയ ഒരു പഴയ കൂടിൽ ആ ഭാഗത്തുണ്ട്. അവരെന്ത് ചെയ്തു, അന്ന് അവിടെ തന്നെ തങ്ങുവാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ ഈ മാനമാകെ മൂടിക്കെട്ടിയാണ് കിടക്കുന്നത്. ഇവർക്ക് ഈ പഴയ കുടിലാണ്, ഇതെല്ലാം ചോരുന്ന കുടിലാണ്. ബാക്കിയുള്ള ആളുകൾ പുറത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് രാത്രി മഴ വന്നാൽ പണിയാണ്. അപ്പം ആ രാത്രിയിൽ മഴ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രാത്രി മുഴുവനും ഒരു കുഴൽ ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഇവരുടെ മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മഴ വന്നില്ലെങ്കിലും ആർക്കും ഉറക്കം വന്ന് കാണാൻ സാധ്യതയില്ല.
പിറ്റേന്ന് വന്യമായ കാടുകൾ പിന്നിട്ട് അവർ അഷീറ പുൽമേടുകളിലേക്ക് പ്രവേശിച്ചു. അങ്ങകലെ അനേകം മലകൾ അവ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവ്യക്തമായിട്ട് കണ്ട ആ മലകൾ പിന്നീട് തൻ്റെ തന്നെ പേരിൽ അറിയപ്പെടുമെന്ന് ഡു ഷെയു ഒരിക്കൽ പോലും അന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് ഷെയു മൗണ്ടൻസ് അല്ലെങ്കിൽ ഷെയു മാസിഫ് എന്നൊക്കെയാണ് ആ മലകൾ അറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് ഗാബോണിലെ ഒരു പ്രധാന നദിയായിട്ടുള്ള മുനിയെ എന്ന് പറഞ്ഞ നദി ഉത്ഭവിക്കുന്നത്. ആ താഴ്വരയിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലാണ് കെൻഗുവേസയുടെ സുഹൃത്തും അഷീറ ഗോത്രത്തലവനുമായിട്ടുണ്ടായിരുന്ന ഒലേണ്ട രാജാവ് താമസിക്കുന്നത്. ശരീരം മുഴുവനും ചുക്കിച്ചുളഞ്ഞ് ഒരു അസ്ഥികൂടം പോലെ നിന്നിരുന്ന ഒലേണ്ട രാജാവിന് നല്ല പ്രായമുണ്ടായിരുന്നു. ഡു ഷെയുവിൻ്റെ യാത്രയ്ക്ക് വേണ്ടുന്ന എന്തും ചെയ്തു കൊടുക്കാം എന്ന് അദ്ദേഹത്തിന് ഈ ഡു ഷെയുവിന് പോളിന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അവിടെ എത്തിയപ്പോഴാണ് ഏതാണ്ട് 50 മൈൽ മാറിയിട്ട് വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് എന്ന് പോൾ അറിയുന്നത്. എന്നാൽ പിന്നെ അതും കൂടെ കണ്ടേക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹം കുറച്ച് പേരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ആ യാത്ര കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം നല്ല ഇടിയും മിന്നലും നിറഞ്ഞ മഴ 2 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ യാത്രക്കിടയിൽ ഒരു മരത്തിലെ പഴങ്ങൾ പറിച്ചുകൊണ്ടിരുന്ന ഒരു ഗൊറില്ല കുടുംബത്തിന്റെ ഫ്രണ്ടിൽ ഇവരറിയാതെ ചെന്നുപെട്ടു. ഡു ഷെയുവിനെയും കൂട്ടരെയും കണ്ടതും അവർ നിലവിളിച്ചുകൊണ്ട് താഴെ ഇറങ്ങിയിട്ട് 4 പാടും ചിതറി ഓടി. സത്യത്തിൽ തലവരെ നീങ്ങളോ എന്ന് പറഞ്ഞായിരിക്കും അവർ ചിലപ്പോൾ ഓടിയത്. അങ്ങനെ അവസാനം അവർ ആ വെള്ളച്ചാട്ടത്തിന്റെ അരികിൽ എത്തിച്ചേർന്നു. മുമ്പ് പറഞ്ഞ മുനിയെ നദിയിലാണ് ഏതാണ്ട് 10 മീറ്റർ ഉയരമുള്ള ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാർ ഈ വെള്ളച്ചാട്ടത്തിനെ ഫഗൗമോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ പേരിൽ ഒരു ഭൂത ആ വെള്ളച്ചാട്ടത്തിൽ താമസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മുടെ ഡു ഷെയു അതിന് ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ മൂന്നാമന്റെ പത്നിയായിട്ടുള്ള യൂജിനി രാജ്ഞിയുടെ പേരാണ് കൊടുത്തത്. ഇംഗ്ലീഷിൽ യൂജിനി എന്നും ഫ്രഞ്ചിൽ ഒഷൈനി എന്നും ഒക്കെയാണ് വിളിക്കുക. നമ്മുടെ ഡു ഷെയുവിന്റെ ബുക്കിൽ അക്കാലത്തെ സ്ഥലപ്പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗാബോണിൽ അദ്ദേഹത്തിന്റെ യാത്രയുടെ റൂട്ട് കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ പേരായിട്ടുള്ള ഒഷൈനി കിട്ടിയതോടെ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഒരു വിധത്തിൽ കണ്ടെത്താൻ പറ്റി. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന കോർഡിനേറ്റ്സ് ഗൂഗിൾ മാപ്പിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ ഗൊറില്ലകൾ, ആനകളൊക്കെ ധാരാളം ഉണ്ട്. ഇന്ന് ഗാബണിലെ ബിറൗഗോ നാഷണൽ പാർക്കിന്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ അവിടെ കിടക്കണമെന്നൊക്കെ പോളിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മറ്റേ ഭൂതത്തോടുള്ള പേടി കാരണം ഈ കൂടെയുള്ള ആളുകൾ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് തന്നെ അവിടെ നിന്ന് പോരേണ്ടി വന്നു. അങ്ങനെ അവർ നമ്മുടെ ഈ ഒലേണ്ട എന്ന് പറഞ്ഞ വൃദ്ധനായിട്ടുള്ള രാജാവിൻ്റെ അഷീറ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി. എന്നാൽ അവിടെ ഒരു വലിയ മഹാദുരന്തം അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. വസൂരി. ഒലേണ്ടയുടെ കൊച്ചുമകനാണ് ആദ്യം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. താമസിയാതെ അവൻ മരിക്കുകയും ചെയ്തു. മറ്റൊരു ഗ്രാമത്തിൽ നിന്നാണ് ആ മഹാവ്യാധി ഇവിടെ എത്തിയത് എന്നൊക്കെയാണ് പോൾ ഡു ഷെയു എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങയുടെ കൂടത്തിൽ കപ്പൽ കയറി വന്നതാണ്. പിന്നീട് കാട്ടുതീ പോലെ അത് പടരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ ഒലേണ്ടയുടെ ഭാര്യയും മരണപ്പെട്ടു. കെൻഗുവേസ രാജാവിനോട് മടങ്ങിപ്പോയിക്കൊള്ളാനായിട്ട് ഡു ഷെയു പറഞ്ഞെങ്കിലും അദ്ദേഹം അതനുസരിച്ചില്ല. ചാലി, നീ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴേക്കും നിന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ട് എനിക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ കെൻഗുവേസയുടെ പ്രിയപ്പെട്ട സേവകൻ റിഗോളിക്ക് രോഗം പിടിപെട്ടു. അങ്ങനെ രോഗം പിടിപെട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? അവനെ സ്വന്തം കുടിലിൽ കിടത്തിയിട്ട് പരിചരിച്ചു. നല്ല രാജാവ്. ആ റിഗോളി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വൃദ്ധനാകൻ ദുഃഖിതനായി. അങ്ങനെ ഒടുവിൽ കെൻഗുവേസ തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തന്നെ തീരുമാനമെടുത്തു. എന്നാൽ ഡു ഷെയുവിന്റെ താവളത്തിൽ വസൂരി തകർത്താടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര്, ടിറ്റോണ്ട പിന്നെ എൻഗോമ എന്നൊക്കെ പറഞ്ഞ 2 പേര് മരണപ്പെട്ടു. അവസാനം ഈ ഒലേണ്ട രാജാവും രോഗബാധിതനായി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം തന്റെ ആളുകളോട് ഈ ചാലിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യിപ്പിച്ചു. അന്ന് രാത്രി 9 മണിയോടെ അദ്ദേഹവും മരണപ്പെട്ടു. പോളിന് ഇത് തീരെ സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇനി അങ്ങോട്ടേക്ക് തനിക്ക് മുൻപരിചയമുള്ള ആളുകളോ സ്ഥലങ്ങളോ വനങ്ങളോ ഒന്നുമല്ല ഇനിയുള്ളത്. പിറ്റേന്ന് ഈ ഒലേണ്ട രാജാവിനെ സംസ്കരിക്കാൻ പോലും വേണ്ടത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ബാക്കി പകുതി ആളുകൾ മരിച്ചും പോയി. ഗ്രാമത്തിനടുത്തുള്ള പുൽമേട്ടിൽ ഒരു ചെറിയ മരക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ ഒലേണ്ട രാജാവിന്റെ വംശമായിട്ടുള്ള അഡേംബ ഗോത്രം, ആ ഗോത്ര തലവന്മാരെ അടക്കം ചെയ്തിരുന്നത് അവിടെയായിരുന്നു. എന്നാൽ ഒലേണ്ട തന്റെ സഹോദരന്മാരെക്കാളും 20ഓളം വർഷങ്ങൾ കൂടുതൽ ജീവിച്ച ആളായിരുന്നുകൊണ്ട് തന്നെ അവിടെ ഈ റീസെന്റ് ഒരു അടുത്ത കാലത്തൊന്നും ഒരു ശവസംസ്കാരം പോലും നടന്നിരുന്നില്ല. ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഒലേണ്ടയുടെ ശരീരം കിടന്നിരുന്നത് എന്നൊക്കെയാണ് നമ്മുടെ പോൾ ഡു ഷെയു പറയുന്നത്. പോൾ കൊടുത്ത ഒരു വലിയ കോട്ടാണ് അവർ അദ്ദേഹത്തെ ധരിപ്പിച്ചത്. ശവക്കല്ലറിൽ ആ കുഴിക്കകത്ത് ആ കോട്ടോട് കൂടിയിട്ട് അദ്ദേഹത്തെ അങ്ങ് ഇരുത്തുകയും ഡു ഷെയു നൽകിയ ഒരു കുട ആ തലയ്ക്ക് മുകളിൽ അവർ പിടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ മണ്ണിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വശത്തായിട്ട് ആളുകൾ നൽകിയ സമ്മാനങ്ങൾ നിറഞ്ഞ പെട്ടി, താലങ്ങൾ, പാത്രങ്ങൾ, പോക്കുഴൽ, പുകയില ഇവയെല്ലാം അവർ വെച്ചു. കാരണം ഇവരുടെ വിചാരം എന്നാണെന്നറിയോ, ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാലും ആത്മാക്കൾക്ക് ജീവൻ വെക്കും, അത് രാത്രിയിലൊക്കെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. രാജാവിൻ്റെ ഈ ആത്മാവിന് ദാഹവും വിശപ്പും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്നും അവിടെ പുതിയ ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുമെന്നൊക്കെ അവർ ഈ അവിടെ നിന്നുകൊണ്ട് ഈ രാജാവിന് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നെ രാത്രിയിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇദ്ദേഹത്തിന് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പന്തമൊക്കെ കത്തിച്ച് വെക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. താൻ മരിച്ചാലും ഇടയ്ക്കിടെ ഗ്രാമത്തിലെ കാര്യങ്ങൾ നോക്കാൻ വരുമെന്ന് ഒലേണ്ട ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് വലിയ പണിയായിപ്പോയി. അതുകൊണ്ടാണ് ഇവർ ഈ കുട വരെയും ശവക്കല്ലറിൽ കൊണ്ടുവച്ചത്. അതും പോരാഞ്ഞിട്ട്
പിന്നീടുള്ള രാത്രികളിൽ ഒലേണ്ട ഗ്രാമത്തിലൂടെ നടക്കുന്നത് കണ്ടതായിട്ട് പലരും പറയാനും തുടങ്ങി. ഇതിനിടെ പട്ടിണി മൂത്ത ആരൊക്കെയോ ഡൂഷേവിൻ്റെ സാധനങ്ങൾ അടങ്ങിയ പെട്ടികൾ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു പോളിൻ്റെ ചിന്ത. അവസാനം 1865 മാർച്ച് 16 ഡൂഷയും സംഘവും ദുരന്തം ബാധിച്ച ആ താഴ്വരയിൽ നിന്നും മുന്നോട്ടുള്ള പ്രയാണം തുടർന്നു. ഇനിയും ഒട്ടേറെ കടമ്പകളാണ് അവർക്ക് മറികടക്കേണ്ടത്. രസകരമായ യാത്ര നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.